ആരതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ അധ്യാപക ദിനത്തിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അക്ഷരങ്ങളുമായിട്ട് നമ്മളെ കൂട്ടുകൂടാൻ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകരെ സ്മരിച്ചുകൊണ്ട് ഒരു പേപ്പർ പീകോക്ക് ഫെദർ പെന്നാണ്, പേപ്പർ കൊണ്ടുള്ള മയിൽപ്പീലി പേന. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കളർ പേപ്പേഴ്സ്, പിന്നെ ഗ്ലൂ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്ലൂ കളറിലുള്ള 2 ടൈപ്പ് ഫെദർ ഉണ്ടാക്കുന്നുണ്ട്, പീകോക്ക് ഫെദർ. അതിലൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെയാണിത് ഗ്രീൻ കളറിലുള്ളത്. അപ്പോൾ അതുപോലുള്ള ഒരു A4 പേപ്പറിൻ്റെ സൈസും തിക്നെസ്സുള്ള കളർ പേപ്പറാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി വരച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 പീസ് കിട്ടും. 2 പീസ് വേണം നമുക്ക്. നെക്സ്റ്റ് നമുക്ക് ഗ്രീനിൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് ഒരു ബ്ലൂ കളറാണ് വേണ്ടത്. അപ്പോൾ അതിനേക്കാളും ചെറിയ സൈസിൽ, അതുപോലെ ഒറ്റ പീസ് മതി അടുത്തതൊക്കെ. ഗ്രീൻ മാത്രം നമുക്ക് 2 പീസ് വേണം, ബാക്കിയുള്ളതൊക്കെ ഒറ്റ പീസ്. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ബ്ലൂ എടുത്ത് അതിനേക്കാളും ചെറിയ സൈസിൽ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ബ്ലൂ കളറും നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് യെല്ലോ കളറാണ് ആവശ്യം. അപ്പോൾ അതിനേക്കാളും ചെറിയ സൈസിൽ, ബ്ലൂവിനേക്കാളും ചെറിയ സൈസിൽ അതേ ഷേപ്പിൽ തന്നെയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് ബ്ലൂവിൻ്റെ അളവ് എടുത്തതിന് ശേഷം അതിനേക്കാളും ചെറിയ സൈസ്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വീണ്ടും ഇതുപോലെ തന്നെ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യെല്ലോയും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മേലെ ഭാഗം ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടിരിക്കണം, അടിഭാഗം ഇതുപോലെ സ്മൂത്തായിട്ട് ഒരു റൗണ്ട് പോലെ ഇരുന്നാൽ മതി കേട്ടോ. അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി യെല്ലോൻ്റെ ഉള്ളിൽ ലൈറ്റ് ബ്ലൂ തന്നെയാണ്. ഇത് വളരെ ചെറിയ സൈസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ ഇത്രയും സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെറിയൊരു പീസ് മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ലൈറ്റ് ബ്ലൂ ചെറിയ പീസും കിട്ടി. ഇനി നെക്സ്റ്റ് ഏറ്റവും അവസാനത്തെ പീസ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ കൺസ്ട്രക്ഷൻ പേപ്പറിലുള്ളൂ. അപ്പോൾ കൺസ്ട്രക്ഷൻ പേപ്പറിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ഇതുപോലെ ഒരു ഷേപ്പിൽ, ഹാർട്ട് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മയിൽപ്പീലിയുടെ സെൻറ്ററിൽ കണ്ടിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് പേസ്റ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, ആ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ 2 തരത്തിലുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, 2 കളർ കോമ്പിനേഷൻസിലുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത്, പിന്നെ ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, ആ ഒരു കളർ ഷെയ്ഡിലുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് പേനയിലും പെൻസിലിലൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുക്കുക, ചെറിയൊരു സ്ട്രിപ്പ് പേപ്പർ, കളർ പേപ്പർ ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പേനയിൽ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ചുറ്റി കൊടുക്കാം. അടുത്തത് നമ്മൾ ലൈറ്റ് ബ്ലൂവിൽ ഇതുപോലെ ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്ത് ഗ്ലൂ തേച്ച്, ഇത് പെൻസിലുമയാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പേനയും പെൻസിലും ഇതുപോലെ കളർ പേപ്പറിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത കഴിഞ്ഞ് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മയിൽപ്പീലി ആവാൻ പോകുന്ന ഈ പേപ്പറുകളിലേക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നല്ലോ, ഏറ്റവും വലിയ പേപ്പർ പീസ് എടുത്ത് അതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേനയോ അല്ലെങ്കിൽ പെൻസിലോ ഇതുപോലെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ പെൻസിലിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മറ്റേ പീസ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഓരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറുകളായിട്ട് ഒട്ടിച്ചെടുക്കണം ഈ ഓർഡറിൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ ചെറിയ പീസ് കട്ട് ചെയ്തത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ബ്ലൂവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഡാർക്ക് ബ്ലൂ ഏറ്റവും ചെറിയ പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് കട്ടിങ് പരിപാടിയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മയിൽപ്പീലിയിൽ കണ്ടിട്ടില്ലേ, ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഈ ഗ്രീനിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓറഞ്ച് കട്ട് ചെയ്ത പോലെ തന്നെ ഗ്രീനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന ആ പെന്നുണ്ടല്ലോ അതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വീണ്ടും കട്ടിങ് പരിപാടിയാണ്. നമ്മൾ ഓറഞ്ചും ഗ്രീനും കട്ട് ചെയ്ത പോലെ തന്നെ ബ്ലൂവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂ പീകോക്ക് ഫെദർ പെൻ അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫിനിഷിംഗ് ആയിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് പരിപാടികൾ. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ഗ്രീനും നമുക്ക് ചെയ്തെടുക്കാം.
പേനയും പെൻസിലും ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എഴുതാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അധ്യാപക ദിനം ആയതുകൊണ്ട് മാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തി വരാൻ പോവാണ്, അതിൻ്റെയും കൂടി സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.